എല്ലാവർക്കും ഫിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസിലെ ചരിത്ര വിഭാഗം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെക്കുറിച്ചാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് അതിൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1498 മെയ് മാസത്തിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തി. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തത് 1500 പെഡ്രോ അൽവാരസ് കബ്രാളുടെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. അതും ശരിയാണ്. അടുത്ത് 1502 വാസ്കോ ഡ ഗാമ രണ്ടാമത്തെ തവണ കേരളത്തിലെത്തി. അതും ശരിയാണ്. 1, 2, 3 മൂന്നും ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. നാലാമത്തെ പ്രസ്താവന വായിക്കാം. പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത് കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാർ. അങ്ങനെ വലിയ കപ്പിത്താനെ തൻ്റെ സൈന്യാധിപനായിട്ട് മാർത്താണ്ഡവർമ്മ നിയമിക്കുകയാണ്. ഡിലനോയി അല്ലേ? ഡച്ചുകാർ. കുളച്ചിൽ യുദ്ധം. അടുത്ത താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളും രചയിതാക്കളും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ചേരുംപടി ചേർക്കാനാണ്. ഹോർത്തൂസ് മലബാറിക്കാസ്, ഹെൻറിക് വാൻ റീഡ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3ലേക്ക് പോകും. അപ്പോൾ ഒന്നില്ലെങ്കിൽ എ ആവാം ഉത്തരം, അല്ലെങ്കിൽ ഏതായിരിക്കാം? ഡി ആയിരിക്കാം ഉത്തരം. ഇനി ബാക്കിയുള്ളതും കൂടി നോക്കാം. ഓക്കെ. തുഫ്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീനാണ്. തുഫ്തുൽ മുജാഹിദീൻ. ഡി എന്നുള്ളത് 2ആണ്. അപ്പോൾ അത് രണ്ടെണ്ണത്തിലും ഡി 2 തന്നെയാണ്. എയിലും ഡിയിലും ഡി 2 തന്നെയാണ്. ഇനി നോക്കുക, പെരുമാൾ തിരുമൊഴി സി എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ എ 3 ഓപ്ഷൻ എ. അടുത്ത കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. മുണ്ടശ്ശേരി മാഷായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ശരിയാണ്. ഇനി PK ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. PK ചാത്തൻ മാസ്റ്റർക്കുള്ള വകുപ്പ് തദ്ദേശ സ്വയംഭരണമായിരുന്നു. അതേപോലെ തന്നെ KP ഗോപാലൻ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അതായത് 2ഉം 4 എന്നുള്ള പ്രസ്താവന തിരിച്ചിട്ടാണ് വരേണ്ടത്. KR ഗൗരിയമ്മ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. സി ആണ് 1ഉം 3ഉം ശരി. അടുത്ത എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് മാൻസബ്ദാരി സമ്പ്രദായം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയതാരാണ്? അക്ബറാണ്. അടുത്ത ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858, അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്ന് പറയും. അടുത്ത താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം നടന്നിരിക്കുന്നത് ഏതാണ്? ബംഗാൾ വിഭജനമാണ്. 1905 അല്ലേ? അപ്പോൾ 3ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിലൊരു ഓപ്ഷനുള്ളൂ. 3, 1, 4, 2. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. അതായത് ബംഗാൾ വിഭജനം നടന്നതിന് ശേഷം റൗളത്ത് ആക്ട് നടന്നതിന് ശേഷം നെഹ്റു റിപ്പോർട്ട്, അതിനുശേഷം ഗാന്ധി ഇർവിൻ പാക്ട്. അടുത്ത 20 പരിപാടി കൊണ്ടുവന്നതാര്? ആരാണ് 20 പരിപാടി കൊണ്ടുവന്നത്? ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. അടുത്ത താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്റ്റാമ്പ് A2.
ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് ഫ്രഞ്ച് വിപ്ലവം. B4. ഓക്കെ, B4. ഇനി അടുത്തത് ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. C1. അടുത്തത് ബ്രസ്റ്റ് ലിത്തോവസ്ക് ഉടമ്പടി ഏതാണ്? റഷ്യൻ വിപ്ലവം. D3. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്. 9ന്റെ ഓപ്ഷൻ ഡി ആണ്. അടുത്ത താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടും വിൻസ്റ്റൺ ചർച്ചിലും. അമേരിക്കൻ പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടും അതേപോലെ തന്നെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിലും ഒപ്പുവെച്ചതാണ് ഏത്? അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.